ഹലോ. തിങ്കളാഴ്ച ദിവസം രാവിലെ ആയതുകൊണ്ട് തന്നെ ഒട്ടും മൂടില്ല ഒന്നും ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കാരണം ഞാൻ ഒച്ച എഴയണ പോലെ തിങ്കളാഴ്ച എഴയും എന്നുള്ളത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, തലേ ദിവസം തന്നെ എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അതായത് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു, അരി വേവിച്ച് വെച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് പകുതി പണികൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇന്നിപ്പം ഞാൻ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഗ്രാൻഡാണ്. തിങ്കളാഴ്ച ദിവസം ഒച്ച എഴയണ പോലെ എഴഞ്ഞാലും നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ അവൾ ഉണ്ടാക്കിയില്ലേന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഇച്ചിരി ഗ്രാൻഡ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്നലെ അപ്പം ആയതുകൊണ്ട് തന്നെ അപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചില്ലി ചിക്കൻ ഞാൻ ഉണ്ടാക്കിയതല്ല, തലേ ദിവസത്തെ ലെഫ്റ്റ് ഓവർ ചില്ലി ചിക്കനാണ്, പുറത്തുനിന്ന് വാങ്ങിച്ച ചില്ലി ചിക്കനാണ്. പിന്നെ ചോറ്, ലഞ്ച് ഫ്രൈഡ് റൈസാണ്. എളുപ്പപ്പണിയാണെന്ന് വിചാരിച്ചൊക്കെ ഞാൻ തലേ ദിവസം അരി വേവിച്ച് വച്ചെങ്കിലും അരി അങ്ങ് കുഴഞ്ഞ് പായസം പോലെ. ഞാൻ അരി വേവിക്കാൻ വെച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോയി. അടുക്കളയിൽ ബിജു ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ അത് നോക്കി കണ്ട് ചെയ്യുമായിരിക്കുമെന്ന്. പക്ഷേ പുള്ളിക്കാരൻ ആ പരിസരത്തോട്ടേ പോയില്ല. ഞാൻ വന്നപ്പോഴേക്കും ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പടച്ചോറ് പോലെയായി. എന്നാലും കുഴപ്പമില്ല, കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതിലും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, ഇച്ചിരി കുഴഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പം റെഡിയായി, മുട്ടക്കറി റെഡിയായി. അത് പറഞ്ഞപ്പോഴാണ് മുട്ടക്കറി ഉണ്ടാക്കണം, വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബോക്സ് ഞാൻ പാക്ക് ചെയ്യാണ്. അപ്പം ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടഹടാഹം വരെ നീറുന്ന എന്താ പറയുക എരിവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി എരിവ് കുറച്ചു. പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗ് എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടക്കറിയിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. പിന്നെ കണ്ട കുഴഞ്ഞ ഫ്രൈഡ് റൈസ്, കുഴഞ്ഞ് അങ്ങ് എന്താ പറയുക, എങ്ങനെ ഇത് ഞാൻ കഴിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുക. എന്തായാലും കുഴപ്പമില്ല, കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. പിന്നെ അതങ്ങ് അടച്ചു വെച്ചു. പിന്നെ നമ്മുടെ മുട്ടക്കറി, ഇതാണ് നമ്മുടെ മുട്ടക്കറി. ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഈ പരുവത്തിലിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി റെഡിയായി വന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളതാണ്, 300 രൂപ. അപ്പോൾ ശരി, ഞാൻ പണിക്ക് പോട്ടെ, ബായ്.